കൊന്നിച്ചു മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജെയ്ജെക്കയുടെ മൊഡ്യൂളുടെ ചാപ്റ്റർ 2ന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ജെയ്ജെക്കയുടെ മൊഡ്യൂളുടെ ആദ്യത്തെ ചാപ്റ്റർ കണ്ടിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ഹൈ ബട്ടണുള്ളൂ അതും കൂടെ അമർത്താൻ മറക്കേണ്ട. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് അത് നമുക്ക് വിലയേറിയ ഒരു കാര്യം തന്നെയാണ്. സോ ഇപ്പം തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ക്യോട്ടോയിലെ മ്യൂസിയം ഓഫ് എമർജിംഗ് സയൻസ് ആൻഡ് ഇന്നോവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഉറപ്പല്ലേ? കാര്യം ഇതത്ര നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ ഹ്യൂജ് റിസ്ക് ആണ് എടുക്കാൻ പോകുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഡിസീസോ ഇൻഫെക്ഷൻസോ എന്തെങ്കിലും നമ്മുടെ മേത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് അവരെ പറ്റി ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. അവരുടെ റിലീജിയൻ, ലാംഗ്വേജ്, ഹിസ്റ്ററി, കൾച്ചർ ഒന്നും തന്നെ. സോ അവർ ഔട്ടർ സ്പേസിൽ നിന്നുള്ള അല്ലെങ്കിൽ അവരൊരു ഏലിയൻ എന്ന് പറഞ്ഞ് നമ്മളവരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവരൊരു യുദ്ധം പുറപ്പെടുവിക്കാം. അത് നമുക്ക് ചിലപ്പോൾ താങ്ങിയെന്ന് വരത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ജെൻഡറിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. നമ്മൾ രണ്ട് ആൺപിള്ളേർ എവിടേക്ക് പോകുന്നത് അതത്ര നല്ലതാണോ? സോ നിനക്ക് ഫൈനലി അതൊക്കെ മനസ്സിലായി. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയെല്ലാം ലക്ക് തന്നെയാണ്. അവർ എന്നിട്ട് ആ ഒരു മീറ്റിംഗ് റൂമിലേക്ക് കയറിയിട്ടുണ്ട്. ഈ സമയത്ത് രണ്ടുപേർ അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അതിലൊരാൾ പറയുന്നുണ്ട്, എൻ്റെ പേര് ജബോളാമ്മ, ഞാൻ എന്തായാലും സിമ്യൂറൻസിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനാണ് ഇവിടേക്ക് വന്നത്. എൻ്റെ കൂടെയുള്ളവൻ്റെ പേരാണ് ക്രോസ്. അവനാണ് ഞങ്ങളുടെ ഡിസ്പാച്ച് ഓഫീസർ. പിന്നെ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഗ്രീറ്റിംഗ്സ് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇവിടേക്ക് വെൽക്കം ചെയ്തത് കൊണ്ട്. ഇത് കേൾക്കാൻ നേരത്ത് അവർ രണ്ടുപേരും ഒന്ന് ഞെട്ടി. കാര്യം അവരിപ്പോൾ സംസാരിക്കുന്നത് ജാപ്പനീസ് ആയിരുന്നു. ഓഫ് കോഴ്സ് നിങ്ങളെ കണ്ടതിൽ സന്തോഷം. എൻ്റെ പേര് ഉസാമി, ഞാനാണ് ഇവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ്. ഈ സമയത്ത് ഉസാമിന്റെ കൂടെ പറയുന്നുണ്ട്, എൻ്റെ പേര് മിഹോ, ഞാൻ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആണ്. അവൻ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, എന്നോട് ആരും പറഞ്ഞില്ലല്ലോ ഇവർക്ക് ജാപ്പനീസ് സംസാരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിനു മുമ്പ് ഇവർ അമേരിക്കയിൽ ചെന്നപ്പോൾ ഇംഗ്ലീഷാണ് സംസാരിച്ചത്. ഈ സമയത്ത് ഉസാമി പറയുന്നുണ്ട്, എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ബാക്കി എല്ലാ ഭാഷകളും ഇവർക്ക് അറിയാനുള്ള ചാൻസും കൂടുതലാണ്. പുറത്തു നിന്നുള്ള ഹെൽപ്പ് അതെന്തായാലും ഇനി കാണുമെന്നില്ല. അതുമാത്രമല്ല ഇപ്പൊ അവർക്ക് എന്തായാലും ഒരു അഡ്വാൻറ്റേജും കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ കളക്ട് ചെയ്യാൻ അവർക്ക് ഇനി ഒരു പ്രശ്നം തന്നെ ഇല്ല. എന്നിട്ട് നമ്മുടെ ജബോളമ്മ ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് കൂടെ ഇവിടേക്ക് വന്നോട്ടെ. അതിനെന്തിനാണ് നിങ്ങൾ ചോദിച്ചത്? ആദ്യം തന്നെ ഇവിടേക്ക് വന്നാൽ പോരെ? അതുകൊണ്ടല്ല, നമ്മുടെ ആരുടെയും കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ വെറും അർത്ഥമില്ലാത്ത ഒരു കാര്യം മാത്രമാണ്. അദ്ദേഹത്തിന് നിങ്ങളോട് ദേഷ്യമോ വൈകാര്യമോ ഒന്നും തന്നെയില്ല. അത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. ഈ സമയത്ത് തന്നെ അവൻ അവിടേക്ക് നടന്നു വരുന്നുണ്ട്. അവൻ നടന്നു വരുന്ന ആ ഒരു സെക്കൻഡ് തന്നെ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി നടന്നു വരുന്നത് മരണമാണെന്ന്. പിന്നെ കാണിക്കുന്നത് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഇരിക്കുന്നതാണ്. അവൻ ചോദിക്കുന്നുണ്ട്, ഉസാമി ഞാനിപ്പോഴും ജീവനോട് തന്നെയുണ്ടല്ലോ? ഉണ്ട്. ഇത് ശരിക്കും പാടാണ്. ഒന്ന് ആലോചിക്കേ, വെറുതെ എല്ലാവർ പറഞ്ഞത് അവൻ റിയൂമൻ സുഖിന് അത്ര തന്നെ പ്രശ്നക്കാരനാണെന്ന്. സത്യം പറഞ്ഞാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കൺട്രി അവരുടെ കയ്യിലേക്ക് എത്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അവരിപ്പോൾ എന്തായാലും അവരുടെ പൊസിഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി അവരോട് എന്താണ് പറയുന്നത്? ഈ കൺട്രി അവർ ഇൻവൈറ്റ് ചെയ്യാത്തത് അതിന് താങ്ക്സ് പറയണോ അതോ വേറെന്തെങ്കിലും പറയണോ? അവരുടെ ഡിമാൻഡൊക്കെ കേൾക്കണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും അവരുടെ കൂട്ടത്തിൽ നിന്ന് വരുന്ന ഒരാൾ ഏലിയൻ എന്നുള്ള കാര്യം നമ്മൾ എന്തായാലും മറച്ചു വെച്ച് തീരത്തുള്ളൂ. അതുമാത്രമല്ല അവർക്ക് ജിറ്റ്സു സോസറീസും അതേപോലെ സ്കൂൾസിലും മിഷൻസിലൊക്കെ പങ്കെടുക്കണം എന്നല്ല പറഞ്ഞത്. അത് തൽക്കാലത്തേക്ക് നമ്മൾ എഗ്രി ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഒന്നുമില്ലെങ്കിലും നീ അവനെ കണ്ടതല്ലേ? ഞാൻ എന്തായാലും അവിടുന്ന് വന്നവനെ ഒക്കോട്സു സിബ്ലിങ്സിന്റെ കൂടെ ചേർക്കാം. അല്ല എനിക്കറിയാം അവർ ശരിക്കും ടാലന്റഡ് ആണെന്ന്. പക്ഷേ അവർ കുറച്ച് ചെറുപ്പക്കാരല്ലേ? നിനക്കൊരു കാര്യം മനസ്സിലായില്ലേ? സിമ്യൂറിയൻസ് ഇൻവേഡേഴ്സ് അല്ല, അവർ റെഫ്യൂജീസ് ആണ്. അല്ല അതിന് നിനക്ക് മനസ്സിലായില്ലേ? അവരുടെ ഡെഫിനിഷൻ തന്നെ റെഫ്യൂജീസ് ആണെന്നാണ്. പക്ഷേ അവരിപ്പോഴും ക്രൂഷ്യലുള്ള പല ഡീറ്റെയിൽസും നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. നിനക്കറിയാലോ 62 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു പാരാനോർമൽ റെസൊല്യൂഷൻ കാരണം തന്നെ ജപ്പാന്റെ സ്ഥിതി എങ്ങനെയൊക്കെ മാറിപ്പോയെന്ന്. എന്തായാലും അതേപോലത്തെ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഇനിയും ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ ഈ കൺട്രിയിലെ കറണ്ട് അവസ്ഥയും ബാക്കിയുള്ള കാര്യങ്ങളും സിവിലിയൻസും എല്ലാം കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മുൾമുനയിലാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അത് ചെന്ന് അവസാനിക്കുന്നത് യുദ്ധത്തിലായിരിക്കും. അതെ, യുദ്ധം അത് മാത്രമാണ് നമുക്ക് ഒരിക്കലും അലോ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. എന്ത് വിലയെടുത്തും അത് മാത്രം നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കണം. നമുക്ക് വേണ്ടത് ട്രൂ ഉള്ള ഹാർമണിയാണ്. പക്ഷേ നമുക്കൊരിക്കലും സിമ്യൂറൻസ് ആണ് ഓപ്പൺ അപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ നെക്സ്റ്റ് ഇയർ ആയിരിക്കും ഏറ്റവും നല്ലത്. അവർ പറഞ്ഞു വരുന്നത് ഈ ജപ്പാന്റെ എന്തിന് ഈ ലോകത്തിന്റെ തന്നെ വീതി കുറച്ചധികം ടീനേഴ്സിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ്. ഒരിക്കലും അങ്ങനെയല്ല. ആവശ്യമുള്ള പണി നമ്മൾ ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവർ നോക്കിക്കോളും. ഏലിയൻസോ? നീ എന്നെ അവലെ കെട്ടുകഥ പറയണോ? ആ കേഴ്സ് യൂസർ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. അവൻ പറഞ്ഞത് ഏലിയൻസ് ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ നടക്കുന്ന ഡിപ്ലോമാറ്റിക്കുള്ള മിഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഏലിയൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല ഈ ഏലിയൻസിൽ തന്നെ സ്പെഷ്യൽ ഗ്രേഡും ഉണ്ട്. അവർ റിയൂമൻ സുക്കിനായിട്ട് അത്രത്തോളം പവർഫുൾ ആണെന്നാണ് പറയുന്നത്. റിയൂമൻ സുക്കിന അവനല്ലേ, അവൻ കാരണമല്ലേ ഗ്രാൻഡ് പേടത്തല്ല ആ ഒരു പാട് വീണത്? അല്ല നീ അവനെ വിശ്വസിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ അവനൊരു ട്രാഷാണ്. പക്ഷേ
എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് വിശ്വസിക്കണോ ഇല്ലയെന്ന്. അവൻ്റെ ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് എനിക്കിപ്പോഴും നന്നായിട്ട് മനസ്സിലായിട്ടില്ല. ജാപ്പനീസ് ഹ്യൂമൻസിനൊക്കെ തട്ടിക്കൊണ്ടുവന്നത് ഹ്യൂജ് ഉള്ള ഒരു ബിസിനസ് തന്നെയാണ്. ബില്യൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവനിത് ക്വിറ്റ് ചെയ്യുവാണ്. കാര്യം ഈ ഏലിയൻസ് ആണ്. ഒന്ന് ആലോചിച്ചൊക്കെ, അത്രയും മോശമായിട്ടുള്ളവൻ ഇത് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും സീരിയസ് ആയിട്ടല്ലേ? അതുമല്ല നീ തന്നെ കണ്ടതല്ലേ അവൻ്റെ തലയിൽ. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഈ വിയർഡുള്ള കുറേ സോഴ്സേഴ്സിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? ശരിയാണ്, കണ്ടിട്ടുണ്ട്. കണ്ണില്ലാത്തതും കൈയില്ലാത്തതും കാലില്ലാത്തതായിട്ട് പലതരത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം കൂടുതലുള്ളത് അത് ആദ്യമായിട്ടല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ പോരെ? പക്ഷേ ഉസാമിയോട് നമുക്കിതൊരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. കാര്യം മാറു എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഇൻസ്പെക്ടറായിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി മാറു ഒരു ഏലിയൻ ആണെന്നെങ്കിലും ആ ഒരു ഇന്ത്യയിൽ ഒരിക്കലും നമ്മളെപ്പോലുള്ളവരുടെ അദ്ദേഹം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമുക്ക് പിന്നെ എന്ത് ചെയ്യും? ഉസാമിയോട് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാം? നീ തന്നെ പോയി ചോദിക്കണം അവൻ ഏലിയൻ ആണല്ലോ എന്ന്. അല്ലാതെ വേറെന്ത് ചെയ്യാനാണ്? പക്ഷേ എനിക്കിപ്പോൾ മാറുവിനെ വിശ്വസിക്കാനും പറ്റത്തില്ല. അല്ല നീയല്ലേ പറഞ്ഞത് അവനെ നിനക്ക് ജഡ്ജ്മെന്റിൽ എന്തോ ഇതുണ്ടെന്ന്? ഓ ജഡ്ജ്മെന്റ്, അത് ശരിയാണല്ലോ. എന്നിട്ട് നേരെ അവർ രണ്ടുപേരും കൂടെ അവനെ കാണാനാണ് പോകുന്നത്. അതായത് ആ ഒരു ഹ്യൂമൻ ട്രാഫിക് ചെയ്ത അവനല്ലേ അവനെ കാണാൻ പോയിട്ടുണ്ട്. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. കാര്യം നിനക്ക് അതിനുള്ള ബുദ്ധിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഒന്നുമില്ലെങ്കിലും ഞാനല്ലേ ഈ കൂട്ടത്തിലെ സ്മാർട്ടസ്റ്റ്. നീ എൻ്റെ ബ്രദറിനെ പറ്റിയാണ് പറഞ്ഞെങ്കിൽ ശരിയാണ്, അവനധികം ബുദ്ധിയൊന്നുമില്ല. അല്ല നീ വന്നത് ഏലിയൻസിനെ പറ്റി അറിയാനായിട്ടല്ലേ? അല്ല അതിനു മുമ്പ് ഏലിയൻസിനെ പറ്റി നീ എങ്ങനെ അറിഞ്ഞു? അതെവിടുന്ന് വന്നു? അത് പറയാൻ നോക്ക്. അത് സിമ്പിളാണ്. ബേസിക്കലി എല്ലാ കാര്യങ്ങളും ലീക്ക് ആറുണ്ട്, പ്രത്യേകിച്ച് ഡിജിറ്റലിലുള്ള തെളിവുകൾ. അതിൽ ഏറ്റവും കൂടുതൽ ലീക്കാവുന്നത് ഗവൺമെന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അറിഞ്ഞതാണ്. ഓക്കെ, ആൻഡ് ഈ ഏലിയൻസിനെ അവർ തന്നെ വിളിക്കുന്നത് സിമ്യൂറൻസ് എന്നാണ്. ഒന്ന് നിർത്തിക്കേ. ഏലിയൻസ് അപ്പോൾ റിയൽ ആണെന്നാണ് നീ പറയുന്നത്? നീ ഇതുവരെ വിശ്വസിച്ചില്ലേ? അല്ല നീ അല്ല വണ്ടി വല്ലാണ്? അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ യൂണിറ്റോണം കൊടുത്തോട്ടെ. നീക്ക് ജുജുഡ്സിലുള്ള ആൾക്കാരാണ്. നിങ്ങൾ പാരാനോമൽ ആക്ടിവിറ്റി എല്ലാ ദിവസവും കാണാറുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ പാരാനോമൽ ആക്ടിവിറ്റി തന്നെ ഡിനേ ചെയ്യുവാണ്. ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. എന്നാൽ ആ രൂപയ്ക്ക് വന്നിട്ടുണ്ടെന്ന് എന്ത് തെളിവാണുള്ളത്? തെളിവോ? അത് സിമ്പിൾ അല്ലേ. 50,000 സിമ്യൂറൻസ് അറിയുന്ന ഒരു വലിയൊരു ഷിപ്പ് നമ്മുടെ ഈ കൺട്രിയിൽ തന്നെയുണ്ട്. 50,000? എന്തുവാണ് നീ പറഞ്ഞത്? ഈ സിറ്റിയിലോ? അതെ, ഈ സിറ്റിയിൽ. നീ ഞങ്ങളെ വീണ്ടും പറ്റിക്കാൻ നോക്കണോ? അത്രയും വലിയ ഷിപ്പ് ഈ കൺട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതിയോ? അത് കൊള്ളാം, നിനക്കൊന്നും മനസ്സിലാകുന്നില്ലേ? എൻ്റെ ബാരിയർ ടെക്നിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ടെക്നിക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. അല്ല ഇനി അത് എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ടുള്ള ഏലിയൻ ടെക്കാണെന്ന് എനിക്ക് കൃത്യമായി അറിഞ്ഞൂടാ. ഏതൊരു ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് സ്പേസിലേക്കുള്ള ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം കേൾക്കാൻ നേരത്ത് അവൻ ശരിക്കും ഞെട്ടുന്നുണ്ട്. ആ ടൈമിൽ അവൻ പറയുകയും ചെയ്യും, എന്തായാലും ഇപ്പോൾ 50,000 പേര് അതിൻ്റെ അകത്തുണ്ട്, അവർക്ക് ആവശ്യമായ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ആ ഒരു റിസോഴ്സ് തീർന്നു കഴിയുമ്പോൾ നിനക്ക് എന്ത് തോന്നുന്നു അവരെന്ത് ചെയ്യുമെന്ന്? അവർ നേരെ പുറത്തേക്ക് വരും. അതായിരിക്കും നീ കാണാൻ പോകുന്നത്. അതായിരിക്കും ഈ ജപ്പാനിൽ നടക്കാനും പോകുന്നത്. എന്നാൽ ആവശ്യമായ സമയങ്ങളിൽ അവരത് റീഫിൽ ചെയ്യാനുണ്ട്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ പോയി നോക്കാവുന്നതാണ്. ഒരു 8:30 നീ എന്തായാലും ആ ഒരു ഹിൽ സൈഡിലേക്ക് പോയി നോക്ക്. നഗുമയിലുള്ള ആ ഒരു ടൈമിൽ അവരുടെ ബാരിയർ ടെക്നിക്ക് ശരിക്കും വീക്കായിരിക്കും. കാര്യം ആ ടൈമിലാണ് അവരെല്ലാവരും റീഫിൽ ചെയ്യുന്നത്. ഒരു ജുജുട്സു സോസറേഴ്സിന് എന്തായാലും അതിൻ്റെ ഒരു ഗ്ലിംസ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അത് കഴിയുമ്പോൾ അവർ പോകുന്നുണ്ട്. ഈ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഇപ്പോഴും അവന് വിശ്വാസമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട്. അവരാട്ടെ ആ ഒരു മൗണ്ടനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, അല്ല എനിക്കറിയാം നമ്മളത് തപ്പിയാണ് പോകുന്നത്, പക്ഷേ നമ്മൾ ഈ മൗണ്ടൻ്റെ മുകളിൽ കയറേണ്ട കാര്യമുണ്ടോ? പിന്നെ അല്ലാതെ ഒരു മൗണ്ടൻ്റെ മുകളിലായിരിക്കുമല്ലോ ഇത് വന്ന് വീഴാൻ പോകുന്നത്. ആ സമയത്താണ് അവളത് ശ്രദ്ധിക്കുന്നത്. അല്ല ആ റിങ്, ആ ടൈമിൽ പെട്ടെന്ന് ആ റിങ്ങിൽ അവൻ കയറി പിടിച്ചിട്ട് പാകുന്നുണ്ട്. ഇതെന്തായാലും ഞാനിപ്പോൾ തിരിച്ചെടുത്തില്ല. നിനക്കറിയാമല്ലോ എല്ലാ ക്ലാൻസും എൻ്റെ ഗ്രാനിനെ കണ്ടത് ഒരു ഫെയിലിയർ ആയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പവർ അവരാരും അക്സെപ്റ്റ് ചെയ്തേയില്ല. സോ അതെന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നവരെ ഞാനിത് നിനക്ക് തരത്തില്ല. കാണിച്ചു കൊടുക്കുന്നവരെ എങ്ങനെ ഗ്രാനി സ്വന്തം ക്ലാനിനെ കൊന്നതുപോലെ തന്നെയാണ്. ആ ടൈമിൽ അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതെല്ലാം കുറച്ചുകൂടെ പവർഫുൾ ആകും, എന്നിട്ട് ഞാൻ തന്നെ ഇത് നിനക്ക് കൊണ്ട് തരുന്നതായിരിക്കും. ഈ സമയത്ത് അവൾ മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ചേസ് ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. അവൻ എപ്പോഴായാലും ഈ റിങ് തിരിച്ചു തരണമെന്നുണ്ടായിരുന്നു. എനിക്കാട്ടെ ആ റിങ് മേടിച്ചെടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും സ്ട്രോങ്ങറായി മാറിയത്. പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് വന്നതാണ്. അവരാ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടി. കാര്യം അവരുടെ കൺമുമ്പിൽ നിൽക്കുന്നത് ഒരു വലിയൊരു സ്പേസ് ഷിപ്പ് തന്നെയായിരുന്നു. അവൻ പറഞ്ഞുണ്ട്, കോപ്പ്. അപ്പോൾ ഏലിയൻസ് ഒക്കെ റിയൽ ആണല്ലേ? അപ്പോൾ റീഹ്യൂമൻസ് ഒക്കെ അത്രയും പവർഫുൾ ആയ ഒരു ഏലിയൻ ഇതിൻ്റെ അകത്തുണ്ടോ? അതെ, ഗ്രാൻഡ് പേയും ഗ്രാനി ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഡിഫീറ്റ് ചെയ്തതോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് പറഞ്ഞൂടാ ഇവരെന്തിനാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവരിവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു വലിയ പ്രശ്നത്തിന് തന്നെയായിരിക്കും. എന്തായാലും ഇന്ന് ഇവിടെ രക്ഷിക്കാനായിട്ട് എൻ്റെ അപ്പൂപ്പനോ അമ്മമ്മയോ ആരും തന്നെയല്ല. അതുകൊണ്ട് നമ്മൾക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എങ്ങനെ വലിയ മാക്കിനെ പോലെ ആകുന്നു, ഞാൻ എങ്ങനെ വലിയ യൂട്ടനെ പോലെ ആകുന്നു, അവർ രണ്ടുപേരും അങ്ങനെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ മാറുവിനെ കാണിക്കുന്നുണ്ട്. അവൻ വിളിക്കുന്നുണ്ട്, ക്രോസ് കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, മാറു തിരിച്ചു പോകാൻ നോക്ക്. നിനക്ക് ഇവിടെയുള്ള സ്ഥാനമൊന്നും നിനക്കറിയാലോ. അത് നെസസറി ആണോ എന്നോ എന്തോ നീ പറയുന്നത്? എടാ നിനക്കറിഞ്ഞൂലേ, നമ്മളെപ്പോലെ തന്നെയാണ് ഈ എർത്തിലിങ്സും. അവൻ്റെ അകത്ത് തന്നെ നല്ല ആൾക്കാരുണ്ട്, മോശമായ ആൾക്കാരുണ്ട്. അതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നല്ലവരുമുണ്ട്, മോശവരുമുണ്ട്. പക്ഷേ ഇതെല്ലാം മീനിങ്ലെസ് ആണ്. നമുക്ക് അവസാനമേ അറിയാൻ സാധിക്കത്തുള്ളൂ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമോ അതോ കോ എക്സിസ്റ്റൻസ് ഉണ്ടാവുമെന്ന്. കോൺഫ്ലിക്റ്റോ? അത് തെറ്റാണെന്നോ? അത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നീ ഇപ്പോൾ ഇവിടേക്ക് നിൽക്കുന്നത്. അല്ല നീ ഇപ്പോൾ ഷിപ്പിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട് ക്രോസ്.
അല്ല നിനക്കിപ്പോൾ എന്തെങ്കിലും ഷിപ്പിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നാളെ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ പോയാൽ പോരെ? ഇല്ല ഞാൻ ബിസിയാണ്. എന്നിട്ട് അവനോടൊന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതാണ് അവനവിടെ ഒരു മെട്രോയിൽ വന്നിട്ട് അവൻ്റെ കാർ എടുക്കാൻ നോക്കുന്നുണ്ട്. ആ കാർ എടുക്കുന്നില്ല. ആ സമയത്ത് തന്നെ അവൾ പറയുന്നുണ്ട്, നീ അവിടെ എന്ത് ചെയ്യുക? എടി എൻ്റെ തീർന്നെന്ന് തോന്നുന്നു, നീ ഒരു കാര്യം ചെയ്യും, നീ പൊക്കോ, ഞാൻ വന്നേക്കാന്ന് പറയുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ക്രോസിനാണ്. ക്രോസായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുവാണ്. പക്ഷേ അത് മാറുവാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവൻ അവിടേക്ക് വരികയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, മാറു നീ അവിടെ എന്ത് ചെയ്യുവാണ്? നിനക്കറിഞ്ഞൂടെ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നീ താഴത്തേക്ക് ചാടാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ വിളിക്കുമെന്ന്. നിന്റെ പ്ലാനറ്റ് റൂൾസ് ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്, മിണ്ടിപ്പോകരുത്. എന്ത് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടുന്ന് പോവുകയും ചെയ്യും. ഇത് കേൾക്കാൻ നേരത്ത് അവന് നന്നായിട്ട് ദേഷ്യം വന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും അടുത്ത ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ഉടനെ തന്നെ വരുന്നുണ്ട്. അത് മിസ്സാക്കിയിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.